Good morning. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. The assumptions usually made concerning the linear regression model y is equal to x beta plus epsilon are that expectation of epsilon equal to 0 and variance of epsilon equal to sigma square i. നമുക്കറിയാം നമ്മുടെ റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് ബീറ്റ പ്ലസ് എപ്സിലോൺ ആണല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള അസംഷൻസ് ആണ്. എററിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അതായത് സിഗ്മ സ്ക്വയർ ആയിരിക്കും വേരിയൻസ് എന്ന് പറയുന്നത്. As we have observed sometimes, these assumptions are unreasonable, so that we will now consider what modifications to these ordinary least square procedure are necessary when variance of epsilon equal to sigma square v, where v is a non n by n matrix. അപ്പോൾ നമുക്കറിയാം എല്ലാ കേസിലും ഈ എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിഗ്മ സ്ക്വയർ ആയിരിക്കത്തില്ല. അപ്പം ചില കേസിലൊക്കെ അത് വ്യത്യാസമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചേഞ്ചാണ് നമ്മുടെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ പ്രൊസീജിയറിൽ വരുത്തേണ്ടതെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയറിൻ്റെ വി ആണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല. പകരം ഒരു എൻ ബൈ എൻ നോൺ മെട്രിക്സ് ആണ്, നമുക്കറിയാവുന്നൊരു എൻ ബൈ എൻ മെട്രിക്സ് ആണെന്ന് വെക്കുക. ദിസ് സിറ്റുവേഷൻ ഹാസ് ആൻ ഈസി ഇൻ്റർപ്രിട്ടേഷൻ. ഇഫ് വി ഈസ് ഡയഗണൽ ബട്ട് ദ അൺഈക്വൽ ഡയഗണൽ എലമെൻറ്റ്സ്, then the observations y are uncorrelated but have unequal variances, while if some of the off diagonal elements v are non-zero, then the observations are correlated. v എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലാണ്, പക്ഷേ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് സിമിലർ അല്ല എന്നുള്ള കേസിലാണെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ വൈയുടെ ഒബ്സർവേഷൻസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും കാണത്തില്ല. പക്ഷേ ആ ഒരു വൈ എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനും അൺഈക്വൽ വേരിയൻസ് ആയിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, വിയുടെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 0 അല്ലാത്ത കേസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ വൈയുടെ ഒബ്സർവേഷൻസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുമെന്ന്. When the model is y is equal to x beta plus epsilon, expectation of epsilon equal to 0, variance of epsilon equal to sigma square v, the ordinary least square estimator beta cap is equal to x dash x the whole inverse into x dash y is no longer appropriate. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ, അതായത് നമ്മുടെ വേരിയൻസ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ അല്ലാത്തൊരു കേസിൽ നമുക്ക് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ ആയത് ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഡാഷ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ എന്നുള്ളത് അപ്രോപ്രിയേറ്റ് ആയിരിക്കത്തില്ല. We will approach this problem by transforming the model to a new set of observation that satisfy the standard least square assumptions. അപ്പോൾ നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലീസ്റ്റ് സ്ക്വയർ അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളിതിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തും. Then we will use ordinary least squares on the transform data. അതിനുശേഷം നമ്മൾ ഈ ട്രാൻസ്ഫോം ചെയ്ത ഡേറ്റയിലേക്ക് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ പ്രൊസീജിയർ അപ്ലൈ ചെയ്യും. Since sigma square v is the covariance matrix of the errors, v must be non-singular and positive definite. So there exists an n by n non-singular matrix K, where k dash k is equal to kk equal to v. അപ്പോൾ നമ്മുടെ സിഗ്മ സ്ക്വയർ വി എന്ന് പറയുന്നത് എററിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ വി എന്ന് പറയുന്നത് നോൺ സിംഗുലർ അല്ലെങ്കിൽ പോസിറ്റീവ് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് ആയിരിക്കണം. അതുകൊണ്ട് നമുക്കൊരു പുതിയ മെട്രിക്സായി കെ ഡിഫൈൻ ചെയ്യാം. ആ കെ എന്ന് പറയുന്നത് നോൺ സിംഗുലർ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതൊരു എൻ ബൈ എൻ മെട്രിക്സ് ആണ്. അപ്പം ഈ കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കെ ഡാഷ് കെയും കെ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ആ കെ ഡാഷ് കെ ഈക്വൽ ടു കെ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മുടെ വി എന്നുള്ള മെട്രിക്സ് ആയിരിക്കണം. ദ മെട്രിക്സ് കെ ഈസ് ഓഫൻ കോൾഡ് സ്ക്വയർ റൂട്ട് ഓഫ് വി. ഈ മെട്രിക്സ് കെ എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ടിപ്പിക്കലി സിഗ്മ സ്ക്വയർ ഈസ് അൺനോൺ, ഇൻ വിച്ച് കേസ് we represent the assumed structure of the variances and covariances among the random errors apart from the കോൺസ്റ്റൻറ്റ്. അപ്പം നമുക്ക് മിക്ക കേസിലും സിഗ്മ സ്ക്വയർ എന്നുള്ളത് അൺനോൺ ആയിരിക്കും. ആ ഒരു കേസിൽ ആ ഒരു വേരിയൻസ് അല്ലെങ്കിൽ കോവേരിയൻസിൻ്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Define the new variables z is equal to k inverse y, b is equal to k inverse x, g is equal to k inverse epsilon. അപ്പം നമ്മൾ പുതിയ സെറ്റ് ഓഫ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുവാണ്, ഇസഡും ബിയും ജിയും. അപ്പം ഓരോന്നും കെ ഇൻവേഴ്സ് വൈ, കെ ഇൻവേഴ്സ് എക്സ്, കെ ഇൻവേഴ്സ് എപ്സിലോൺ ആയിട്ട് എടുത്തു. സോ ദാറ്റ് ദ റിഗ്രഷൻ മോഡൽ y is equal to x beta plus epsilon become k inverse y is equal to k inverse x beta plus k inverse epsilon, or z is equal to b beta plus g. അപ്പോൾ നമ്മൾ പുതിയ സെറ്റ് ഓഫ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മുടെ മോഡൽ എന്തായി, y is equal to x beta plus epsilon എന്നുള്ള ആ ഒരു മോഡലിന് പകരം
നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ആ ഒരു മോഡലിലേക്ക് കെ ഇൻവേഴ്സ് എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കെ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു കെ ഇൻവേഴ്സ് എക്സ് ബീറ്റ പ്ലസ് കെ ഇൻവേഴ്സ് എപ്സിലോൺ എന്ന് പറഞ്ഞ് കിട്ടി. കെ ഇൻവേഴ്സ് വൈ എന്താ, ഇസഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നിനും പകരം ഈ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇസഡ് കെ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ബി ആണ്, അതുപോലെ തന്നെ കെ ഇൻവേഴ്സ് എപ്സിലോൺ എന്ന് പറയുന്നത് ജി ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദ എറേഴ്സ് ഇൻ ദ ട്രാൻസ്ഫോംഡ് മോഡൽ ഹാസ് സീറോ എക്സ്പെക്ടേഷൻ, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് ജി ഈസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ ഈക്വൽ ടു 0. അതായത് ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ജി എന്തായിരിക്കും, 0 ആയിരിക്കും. ഫർദർ മോർ ദ കോവേരിയൻസ് മെട്രിക്സ് ഓഫ് ജി ഈസ് ഈക്വൽ ടു, നമ്മളെ ജിയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ 0 എന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ജിയുടെ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. വേരിയൻസ് ഓഫ് ജി തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വേരിയൻസ് ഓഫ് ജി ഈസ് ഈക്വൽ ടു ജി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ജി ഇൻറ്റു ജി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ജി ദ ഹോൾ ഡാഷ്. നമ്മൾ വേരിയൻസിൻ്റെ ഫോർമുല ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ജി എന്താണെന്ന് നമുക്കറിയാം, 0 അല്ലേ. അപ്പോൾ 0 വരുമ്പോഴത്തേക്ക് ആ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും, എക്സ്പെക്ടേഷൻ ഓഫ് ജി ഇൻറ്റു ജി ഡാഷ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ജിക്ക് പകരം കെ ഇൻവേഴ്സ് എപ്സിലോൺ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് കെ ഇൻവേഴ്സ് എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ഡാഷ് ഇൻറ്റു കെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻവേഴ്സിനെ നമ്മൾ വെളിയിലേക്ക് എടുത്തു, കെ ഇൻവേഴ്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ഡാഷ് ഇൻറ്റു കെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ഡാഷ് എന്ന് പറയുന്നത് എന്താ, സിഗ്മ സ്ക്വയർ ഇൻറ്റു വി ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയറിൻ്റെ വി എന്നുള്ളത് നമ്മൾ അടുത്ത ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സിഗ്മ സ്ക്വയർ ഇൻറ്റു കെ ഇൻവേഴ്സ് ഇൻറ്റു വി ഇൻറ്റു കെ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു കെ ഇൻവേഴ്സ് ഇൻറ്റു കെ ഇൻറ്റു കെ ഇൻവേഴ്സ്. അതെങ്ങനെ നമുക്കത് കിട്ടിയത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വി എന്ന് പറയുന്നത് എന്താ, കെ ഇൻവേഴ്സ് ഇൻറ്റു കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടു. അത് നമ്മൾ ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, സിഗ്മ സ്ക്വയർ ഇൻറ്റു കെ ഇൻവേഴ്സ് ഇൻറ്റു കെയും കെ ഇൻറ്റു കെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. സോ വേരിയൻസ് ഓഫ് ജി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി, സിഗ്മ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. Thus, the elements of G have mean, 0 and constant variance and are uncorrelated. Since the errors G in the model satisfy the usual assumptions, we may apply ordinary least squares. അപ്പോൾ നമുക്ക് നമ്മുടെ എലമെൻ്റായ ജിയുടെ മീൻ 0യും അതുപോലെ തന്നെ വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടും കിട്ടി. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജിയിൽ നമുക്ക് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദ ലീസ്റ്റ് സ്ക്വയർ ഫംഗ്ഷൻ ഈസ് എസ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഇൻറ്റു ജി, ദാറ്റ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡാഷ് ഇൻറ്റു വി ഇൻവേഴ്സ് ഇൻറ്റു എപ്സിലോൺ. അപ്പോൾ നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജി ഡാഷ് ഇൻറ്റു ജി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടുന്നത്, എപ്സിലോൺ ഡാഷ് ഇൻറ്റു വി ഇൻവേഴ്സ് ഇൻറ്റു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എപ്സിലോൺ ഡാഷ് എന്താ, വൈ മൈനസ് എക്സ് ബീറ്റ ഡാഷും അതുപോലെ വി ഇൻവേഴ്സ് അതുപോലെ തന്നെ എഴുതിയിട്ട് എപ്സിലോൺ എന്ന് പറയുന്നത് വൈ മൈനസ് എക്സ് ബീറ്റയും. അതുപോലെ ലീസ്റ്റ് സ്ക്വയറിൻ്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ബീറ്റ ക്യാപ്പാണ്. അപ്പം എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ, എക്സ് ഡാഷ് ഇൻറ്റു വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ബീറ്റ ക്യാപ്പ് എന്താ, വൈ ആണ്. സോ എക്സ് ബീറ്റ ക്യാപ്പിന് പകരം നമ്മൾ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആൻഡ് ദ സൊല്യൂഷൻ ടു ദീസ് ഇക്വേഷൻ ഈസ് ബീറ്റ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു വൈ. അപ്പം നമ്മൾ ഈ ഒരു നോർമൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കണ്ടുപിടിച്ച ബീറ്റ ക്യാപ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബീറ്റ ക്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മേളിൽ കണ്ട ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ ബീറ്റ ക്യാപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ എലമെൻറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാവുമല്ലോ. സോ എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ആ റൈറ്റ് കിടക്കുന്ന അതേ എലമെൻറ്റ് എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു വൈ. അതാണ് നമ്മുടെ ഈ ഒരു ബീറ്റ ക്യാപ്പിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹിയർ ബീറ്റ ക്യാപ്പ് ഈസ് കോൾഡ് ദ ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ കൊടുത്തിട്ടുള്ള ഈ ബീറ്റ ക്യാപ്പിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ ഓഫ് ബീറ്റ എന്ന് പറഞ്ഞ് കൊണ്ടുദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഷോ ദാറ്റ് ബീറ്റ ക്യാപ്പ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ. ഈ കിട്ടിയിട്ടുള്ള ബീറ്റ എന്ന് പറയുന്നതും ഈ കിട്ടിയിട്ടുള്ള ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നതും ബീറ്റയുടെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കോവേരിയൻസ് മെട്രിക്സ് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ബീറ്റ ക്യാപ്പ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു ബി ദ ഹോൾ ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ആണ്. സോ ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് നമുക്ക് കിട്ടി. ഈ
ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയേഴ്സിൻ്റെ കേസിൽ ഉള്ള അനോവ ടേബിളാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അനോവ ടേബിളിൽ നമുക്ക് അറിയാം റിഗ്രഷൻ, എറർ, ടോട്ടൽ എന്നുള്ള 3 ടേംസ് ആയിരിക്കും ഉള്ളത്. ഇതിനകത്ത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റിഗ്രഷൻ SSR എന്ന് പറയുന്നത് ബീറ്റ ക്യാപ് ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു ഇസഡ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും വൈ ഡാഷ് ഇൻറ്റു വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അതുപോലെ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റെസിജ്വൽ അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത് ഇസഡ് ഡാഷ് ഇസഡ് മൈനസ് ബീറ്റ ക്യാപ് ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഇസഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് വൈ ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് ഇൻറ്റു വൈ ആണ്. അതുപോലെ ടോട്ടൽ എന്ന് പറയുന്നത് ഇസഡ് ഡാഷ് ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഡാഷ് ഇൻറ്റു വി ഇൻവേഴ്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, റിഗ്രഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പി ആണ്. എററിൻ്റേത് n മൈനസ് പിയും ടോട്ടലിൻ്റേതെന്ന് പറയുന്നത് n മൈനസ് ടോട്ടലിൻ്റേതെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ n മൈനസ് പി പ്ലസ് പി n ആയിരിക്കും. മീൻ സ്ക്വയർ റിഗ്രഷൻ എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റിഗ്രഷൻ ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൈ പി ആണ്. അതുപോലെ മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റെസിജ്വൽ ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൈ n മൈനസ് പി. എഫ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് MSR ഡിവൈഡ് ബൈ MSRES. ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ കേസിലുള്ള അനോവ ടേബിൾ. ഇനി നമുക്ക് അടുത്തത് വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്ന് നോക്കാം. When the errors epsilon are uncorrelated but have unequal variances, so that covariance matrix of epsilon is sigma square v is equal to sigma square into 1 by w1 etc 0 0 1 by w2 etc 0 etc 1 by w1. Say the estimation procedure is usually called weighted least squares. അപ്പം നമ്മൾ ഈ ഒരു weighted least square എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എറേഴ്സായ എപ്സിലോൺ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും കാണത്തില്ല. അതായത് ഒരു എപ്സിലോണായി മറ്റൊരു എപ്സിലോണായി ആയിട്ട് റിലേഷൻഷിപ്പ് കാണത്തില്ല, പക്ഷേ ഈക്വൽ വേരിയൻസ് ആയിരിക്കത്തില്ല. നേരത്തെ കേസ് പോലെ തന്നെ അൺഈക്വൽ വേരിയൻസ് ആയിരിക്കും വരുന്നത്. ആ ഒരു കേസിൽ നമുക്ക് അതുപോലെ തന്നെ കോവേരിയൻസ് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കത്തില്ല, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ വി. ഈ ഒരു കേസിൽ നമ്മുടെ സിഗ്മ സ്ക്വയർ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ഇൻറ്റു ആ വി മെട്രിക്സിൻ്റെ വ്യത്യാസമാണ് നോക്കുന്നത്. വി മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോയും ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ലെറ്റ് ദ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻവേഴ്സ്. നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്ന പുതിയൊരു മെട്രിക്സ് എടുക്കുവാണ്. ആ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. സിൻസ് വി ഈസ് എ ഡയഗണൽ മെട്രിക്സ്, ഡബ്ല്യു ഈസ് ഓൾസോ ഡയഗണൽ വിത്ത് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് വെയ്റ്റ്സ് w1 w2 എക്സെട്ര w1. നമ്മുടെ വി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഡയഗണൽ എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഡബ്ല്യു എന്ന് പറയുന്നത് വി ഇൻവേഴ്സ് ആണ്, അതും ഒരു ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. ഡബ്ല്യുവിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഇൻവേഴ്സ് അല്ലേ, 1 by w1 1 by w2 1 by എക്സെട്ര 1 by w1 ആണ്. സോ അതിൻ്റെ ഇൻവേഴ്സ് വരുമ്പോഴത്തേക്ക് w1 w2 എക്സെട്ര w1 ആയിരിക്കും ഡബ്ല്യുവിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്. ദ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ നോർമൽ ഇക്വേഷൻസ് ആർ എക്സ് ഡാഷ് ഡബ്ല്യു എക്സ് ഇൻറ്റു ബീറ്റ ക്യാപ്. നമ്മുടെ ഈ ഒരു വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഡബ്ല്യു എക്സ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് ആണ്. സോ എക്സ് ഡാഷ് ഡബ്ല്യു എക്സ് ബീറ്റ ക്യാപ്പ് എന്താ? വൈ. അതിന് പകരം എക്സ് ബീറ്റ ക്യാപ്പിന് പകരം നമ്മൾ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദിസ് ഈസ് എ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനലോഗ് ഓഫ് ദ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് നോർമൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. ദെർഫോർ ബീറ്റ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഡബ്ല്യു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഡബ്ല്യു വൈ. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയറിൽ ബീറ്റ ക്യാപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? എക്സ് ഡാഷ് ഡബ്ല്യു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഡബ്ല്യു വൈ ആണ്. ഇതാണ് നമ്മുടെ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. Note that observations with large variance will have smaller weights than the observation with small variance. അപ്പം നമുക്ക് വേരിയൻസ് ഏറ്റവും കുറവായിട്ടുള്ളതിനേക്കാട്ടിലും കൂടുതൽ ലാർജർ വേരിയൻസ് ഉള്ളതിനായിരിക്കും ഏറ്റവും ചെറിയ വെയിറ്റ് വരുന്നത്. കാരണം എന്താ? ഇൻവേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും വരുന്നത്. ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുമായിരിക്കും ചെയ്യുന്നത്. വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് മേ ബി obtained easily from an ordinary least square computer program if we multiply each of the observed value for the ith observation by the square root of the weight for that observation, then we would obtain the transformed data. അപ്പം ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കി ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റിൻ്റെ കൂടെ അതിൻ്റെ വെയ്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇസഡ് എന്ന് പറയുന്ന ആ ഒരു വൈ മെട്രിക്സ് ഇല്ലേ, y1 y2 എക്സെട്ര yn, അതിൻ്റെ കൂടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയ്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നൗ
if we apply ordinary least squares to these transform data, we obtain beta cap is equal to b dash b the whole inverse into b dash z, that is equal to x dash wx the whole inverse into x dash wy, the weighted least square estimate of beta. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് weighted least square estimate of beta എന്ന് പറയുന്നത് ബീറ്റ ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മളിവിടെ ബീറ്റയ്ക്ക് പകരം ബി എന്ന് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ബി ഡാഷ് ബി ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ബി ഡാഷ് വൈക്ക് പകരം എന്താ ഇസഡ് ആണ് നമ്മൾ പുതിയ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താ എക്സ് ഡാഷ് ഡബ്ല്യു ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഡബ്ല്യു വൈ ആണ്. അപ്പം ബീറ്റയുടെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. സം പ്രാക്ടിക്കൽ ഇഷ്യൂസ്, നമ്മൾ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഇവിടെ നമുക്ക് നോക്കാം. ടു യൂസ് വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ദ വെയ്റ്റ് മസ്റ്റ് ബി നോൺ. സംടൈംസ് പ്രയർ നോളജ് ക്യാൻ ബി യൂസ്ഡ്. ഓൾട്ടർനേറ്റീവ്ലി റെസിഡ്യൂവൽ അനാലിസിസ് may indicate that the variance of the error terms may be a function of one of the regressors, say variance of ui is equal to sigma square xij, so that wi is equal to 1 by xij. ഇപ്പം വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് നമുക്ക് വെയിറ്റ് അറിഞ്ഞിരിക്കണം. ഇപ്പം വെയിറ്റ് റെസിഡ്യൂവൽ അനാലിസിസ് നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റിഗ്രസറിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടുമെന്ന് വെച്ചു. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് വേരിയൻസ് ഓഫ് യു ഐ എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ സ്ക്വയർ ഇൻറ്റു എക്സ് ഐ ജെ എന്ന് പറഞ്ഞാൽ എക്സ് ഐ ജെ എന്താ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് വേരിയൻസ് ഓഫ് യു ഐ കിട്ടി. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത് ഡബ്ല്യു ഐ ഇസ്ക്വൽ ടു 1 by എക്സ് ഐ ജെ എന്നുള്ള വെയിറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഇൻ സം cases yi is actually the average of ni observations on the response variables corresponding to a single value of the regressor variables, where all these ni observations have same variance sigma square. Thus variance of yi is equal to sigma square ni, and we can choose weight as wi is equal to ni. i എന്ന് പറയുന്നത് ni ഒബ്സർവേഷൻസ്, അതായത് നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ ni ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് ആണെങ്കിൽ ഒരു റിഗ്രസീവ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ni ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് ആണെങ്കിൽ അതിന് ആ ഒരു ആവറേജിന് ആ ഒരു ni ഒബ്സർവേഷൻസിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും സിഗ്മ സ്ക്വയർ. അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് i എന്തായിട്ട് കിട്ടുന്നത് സിഗ്മ സ്ക്വയർ ബൈ ni എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത് wi is equal to ni എന്നുള്ള വെയിറ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത്. It is not possible to give a general guideline for the choice of weight, but some guesswork is needed and may have to iteratively re-estimate the weights based on the result. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇന്ന വെയിറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതൊരു സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അപ്പം നമ്മൾ ഗസ് വർക്ക് നടത്തിയിട്ട് വേണം നമ്മൾ എടുത്തിട്ടുള്ള വെയിറ്റ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. It must be noted that in a situation where generalized least square is needed, if we use OLS, the estimates will continue to be unbiased, but the optimally property blue is lost. അപ്പോൾ നമുക്ക് ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ, അതായത് വേരിയൻസ് കോൺസ്റ്റൻ്റ് അല്ലാത്ത കേസിൽ നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് നടത്തിയാൽ അത് അൺബയസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയേഴ്സും വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സും കണ്ടു. ഈ രണ്ട് ടോപ്പിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്